ടേസ്റ്റ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നുണ്ടാക്കുന്ന ഒരു തനി നാടനായിട്ടൊരു വിഭവമാണ്. വെള്ളരിക്കയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടൊരു ചോറിനൊഴിച്ച് കൂട്ടാനുള്ളൊരു നല്ല കറിയാണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വെള്ളരിക്കയുടെ പകുതി എടുത്തിട്ടുണ്ട്, മുഴുത്ത 2 തക്കാളി എടുത്തിട്ടുണ്ട്, നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളക്, ഒരു ഇടത്തരം ഒരു സവോള, പിന്നെ ആദ്യം ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ട് കഴുകി കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളപ്പം അതിൻ്റെ കൂടെ തക്കാളിയും വെള്ളരിക്കയും പച്ചമുളകും കുറച്ച് കരിയാപ്പിലയും സവോളയൊക്കെ ഇട്ട് കേട്ടോ. അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് വെക്കാം. ഇത് പിന്നെ എല്ലാ സാധനങ്ങൾക്കും വേവ് കുറവുള്ളതാണ്, അതുകൊണ്ട് ഒറ്റ ഒരു വിസിലേ വരുത്തുന്നുള്ളൂ. പിന്നെ ഇത് അടുപ്പത്ത് വെച്ചാലും വേഗം വെന്ത് കിട്ടും. പിന്നെ നമ്മളിപ്പോൾ ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്ത് ശീലിച്ചുകൊണ്ട് കുക്കറിനകത്ത് തന്നെ വെക്കുന്നത്, എല്ലാം ഒരേപോലെ വെന്ത് കിട്ടും. മറ്റേ പരിപ്പൊന്ന് തിളച്ച് കഴിയുമ്പോഴല്ലേ നമ്മൾ കഷ്ണങ്ങൾ ഇടാറുണ്ടായിരുന്നുള്ളൂ. അത് വേകുമ്പോഴത്തേക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഇത് നമ്മൾ പച്ചക്ക് അരയ്ക്കുന്നതുകൊണ്ട് തന്നെ തേങ്ങ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2-3 കുരുമുളകും കുറച്ച് 1/2 സ്പൂൺ ജീരകവും 2 അല്ലി വെളുത്തുള്ളിയും ഒരു 4 വറ്റൽമുളകുമാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഈ കറികൾ ഇങ്ങനെ പച്ചക്കരച്ച് വെക്കുന്നതിന് നമ്മൾ മുളക് പൊടി ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് വറ്റൽമുളക് അരയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കഷ്ണമൊക്കെ റെഡിയായിട്ട് വന്നു. ഒറ്റ വിസിലടിച്ചപ്പോൾ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. അത് ചാറുമില്ല, കണക്കിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ആവശ്യമുള്ള ലൂസ് ഒരു കൺസിസ്റ്റൻസി, നമ്മൾ ചാറ് ഒഴിച്ചുകറിക്ക് ഒരു ചാറ് വേണം. തീരെ കുറുക്കി വെച്ചാൽ അപ്പം പോലെ ആയിപ്പോവും. നമുക്ക് അത്യാവശ്യം ചാറ് വേണമല്ലോ. പിന്നെ അതിനായിട്ട് ആവശ്യം ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ കരിയാപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതീയിൽ തന്നെ ഒന്ന് തിള വന്നാൽ മതി. തിളച്ചിങ്ങനെ മറിയണ്ട. അത് പാകത്തിനൊന്ന് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാൻ അത് ഓഫാക്കി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. വെള്ളരിക്കയും തക്കാളിയും കൂടെ കറി വെക്കുമ്പോൾ നമ്മൾ പരിപ്പ് ചേർക്കണമെന്നൊരു നിർബന്ധമില്ല. അല്ലാതെ വെക്കുന്നതാണ് എല്ലാവരും വെക്കുന്നത്. ഞാൻ പിന്നെ ഒരിച്ചിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടി പരിപ്പ് ചേർത്തേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ചൂടായി വന്നപ്പം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതുപോലെ തന്നെ കടുകും കരിയാപ്പിലയും വറ്റൽമുളകും ഒക്കെ ചൂടായി വന്ന് അതിലേക്ക് താളിച്ചൊഴിച്ച് കൊടുത്തു. അങ്ങനെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി റെഡി ആയിട്ടുണ്ട്. ഉച്ചയൂണിനൊക്കെ പറ്റിയ ബെസ്റ്റ് കറിയാണ് കേട്ടോ. നമ്മൾ തേങ്ങ വറുത്തരച്ച് ഉപയോഗിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് പച്ചത്തേങ്ങ അരച്ചുള്ള കറികളാണത്. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും. വെളിച്ചെണ്ണയും വറുത്തരച്ച കറികളെക്കാളും ഏറ്റവും കൂടുതൽ പച്ചത്തേങ്ങ ഉപയോഗിച്ച് കറി വെക്കുന്നതാണ് കേട്ടോ. സാധിക്കുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതെല്ലാവരുടെയും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണല്ലോ. ടേസ്റ്റി ആയിട്ടുള്ള തക്കാളിയും പരിപ്പും വെള്ളരിക്കയും കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.